ഇത്തരം വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കാണല്ലോ ഈ വിദ്യാവാഹൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ ലൊക്കേഷൻ മനസ്സിലാക്കേണ്ടത്. ഇതിനായി ഓരോ സ്റ്റുഡന്റിന്റെയും പാരന്റ്സിന്റെ, അതായത് രക്ഷിതാവിന്റെ മൊബൈൽ നമ്പർ ആദ്യമേ സ്കൂൾ അധികാരികൾ വാങ്ങി സൂക്ഷിക്കേണ്ടതാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഒരു നമ്പർ എന്നൊന്നും കണക്കില്ല. ഒരു വിദ്യാർത്ഥിക്ക് അച്ഛന്റെയും അമ്മയുടെയും മുത്തച്ഛന്റെയോ അങ്ങനെ 2 3 നമ്പേഴ്സ് കൊടുക്കുന്നതിലൊന്നും പ്രശ്നമില്ല. ഒരേ നമ്പർ 2 പ്രാവശ്യം ഉപയോഗിക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമേ ഇതിനകത്തൊരു പ്രശ്നമുള്ളൂ. അതായത് ഒരു രക്ഷിതാവിന്റെ 2 കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ 2 കുട്ടികളുടെയും പേര് കൊടുത്ത് ഒരേ മൊബൈൽ നമ്പർ കൊടുത്താൽ എടുക്കത്തില്ല എന്ന് മാത്രം. അതായത് നേരെ മറിച്ച് ഒരു വിദ്യാർത്ഥിക്ക് 2 മൊബൈൽ നമ്പർ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ഒരു വിദ്യാർത്ഥിയുടെ അച്ഛന്റെയും അമ്മയുടെയും മറ്റു മുത്തച്ഛന്റെയും ഒന്നും നമ്പർ കൊടുത്തു കഴിഞ്ഞാലും ഇതിനകത്ത് എൻ്റർ ചെയ്യുന്നതാണ്. 2 വിദ്യാർത്ഥിക്ക് ഒരു നമ്പർ കൊടുക്കുന്നതിന് സാധ്യമല്ല എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നമുള്ളത്. അതായത് ഒരു ബസ്സിൽ തന്നെ 2 വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്നു എങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ നമ്പർ മാത്രമേ കൊടുക്കാനാവൂ. 2 ബസ്സുകളിൽ 2 വിദ്യാർത്ഥികൾ പോകുന്നു എങ്കിൽ ഒരു നമ്പർ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രശ്നമില്ല. ഒരു ബസ്സിന് ഒരു രക്ഷിതാവിന്റെ ഒരു നമ്പർ മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. തുടർന്ന് ഈ വിദ്യാവാഹൻ എന്ന മൊബൈൽ ആപ്ലിക്കേഷനിൽ, അല്ലെങ്കിൽ വിദ്യാവാഹൻ എന്ന ഈ മൊബൈൽ ആപ്ലിക്കേഷന്റെ അഡ്മിൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വെബ് വെർഷനിലാണ് എന്ന കാര്യം ഞാൻ മുൻപേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ലോഗിൻ ചെയ്ത് വർക്ക് ചെയ്യുന്നത് tracking.kerala.mvd.gov.in എന്നുള്ള വെബ് വെർഷനിൽ കയറിയിട്ടാണ്. അങ്ങനെ കയറി ലോഗിൻ ചെയ്യുന്നതിനായി നേരത്തെ ഞാൻ പറഞ്ഞ മൊബൈൽ നമ്പറിൽ ആണ് യൂസർ ഐ ഡി ആയി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യേണ്ടത്. അതേ മൊബൈൽ നമ്പർ തന്നെ പാസ്വേഡായി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്നതിന് സാധ്യമാണ്. ഇതിനെ സംബന്ധിച്ച വിശദാംശങ്ങളാണ് തുടർന്ന് പറയുന്നത്. വിദ്യാവാഹനെ സംബന്ധിച്ച തുടർന്നും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാവുന്നതാണ്. ഇനി ഇതിന്റെ വെബ് വെർഷൻ ഞാൻ നിങ്ങൾക്കിപ്പോ കാണിച്ചു തരാം. ഇതിനായി നിങ്ങൾ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തതിന് ശേഷം അതിനകത്ത് tracking.mvd എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ tracking.kerala.mvd.gov.in എന്നുള്ളതിന്റെ താഴെ tracking.kerala.mvd.gov.in സുരക്ഷാ മിത്തർ എന്ന് എഴുതി കാണിക്കും. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഇതിപ്പോ ഞാൻ ലോഗിൻ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. വീണ്ടും കാണിച്ചു തരാം. നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു. മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞ് നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡ് ഡിഫോൾട്ടായി നിങ്ങളുടെ മൊബൈൽ നമ്പർ തന്നെയാണ് ഇരിക്കുന്നത്. ആ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ക്യാപ്ച എൻ്റർ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എഴുതി കാണിക്കും. ലെഫ്റ്റ് സൈഡിൽ മോഡ്യൂൾസ് എന്നൊരു മെനുവും സ്കൂൾ ബസ് മോണിറ്ററിംഗ് എന്ന 2 മെനൂസ് ആണ് ഇതിനകത്തുള്ളത്. ഈ മോഡ്യൂൾസ് ക്ലിക്ക് ചെയ്ത് VTMS എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ടാഗ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ ബസ്സുകളെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ കാണാൻ സാധിക്കുന്ന എല്ലാ ബസ്സുകളെയും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി മാപ്സ് എന്നുള്ള ടാസ്ക് എടുത്തതിന് ശേഷം വെഹിക്കിൾ ട്രാക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്ത എല്ലാ വാഹനങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഒരു വണ്ടി നമ്പർ ക്ലിക്ക് ചെയ്താൽ തന്നെയും ആ വാഹനത്തിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഏത് സ്ഥലത്താണ് നിൽക്കുന്നത്, ഓടുകയാണോ നിൽക്കുകയാണോ, ഏത് സ്പീഡിലാണ് ഓടുന്നത്, വാഹനം വല്ല മറിയുകയോ ചെരിയുകയോ ചെയ്തിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനകത്തുള്ള അലർട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓഫൻസുകൾ മനസ്സിലാവും. ഇതിനകത്ത് ക്രൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ക്രൂവിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. ഈ തരത്തിൽ ഈ വാഹനത്തിനെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനും എല്ലാം സാധിക്കുന്നതാണ്. മാത്രവുമല്ല ഈ മോഡ്യൂൾസിലെ 2ാമത്തെ മെനു ആണ് സ്കൂൾ ബസ് മാനേജ്മെന്റ് എന്നുള്ളത്. അതിനകത്ത് സ്കൂൾ ബസ് മോണിറ്ററിംഗ് എന്നുള്ള ഈ മെനുവിനകത്താണ് നിങ്ങൾ ബസിന്റെ സെറ്റിംഗ്സും പാരന്റ്സിന്റെ സെറ്റിംഗ്സും ചെയ്യേണ്ടത്. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ബസിന്റെ സെറ്റിംഗ്സ് ആണ്. ബസിന്റെ സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം ഓരോ ബസ്സുകളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ടാഗ് ചെയ്യപ്പെട്ടുള്ള എല്ലാ നമ്പറുകളും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഒരു ബസ് എടുക്കുക. ആ ബസ് എടുത്തതിന് ശേഷം ആ ബസിന്റെ അപ്ഡേറ്റ് സെറ്റിംഗ്സ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ആ ബസിന്റെ ടൈറ്റിൽ നമ്പർ കൊടുക്കുക. ചില ബസ്സുകൾക്ക് ചില നദികളുടെയും അല്ലെങ്കിൽ നമ്മുടെ സാറ്റലൈറ്റ്സിന്റെ ഒക്കെ പേര് കൊടുത്ത് കാണുന്നുണ്ട് ചില സ്കൂളുകളിൽ. പല സ്കൂളുകളിലും ഇതുപോലെയുള്ള നമ്പറുകളാണ് കൊടുത്ത് കാണുന്നത്. അപ്പോൾ
അതിന്റെ പേരോ അല്ലെങ്കിൽ ആ ബസ്സിന്റെ നമ്പറോ കൊടുക്കുക. എന്നതിന് ശേഷം റൂട്ട് എന്നുള്ളിടത്ത് നിങ്ങളുടെ ഈ നമ്പർ വാഹനം ഏത് റൂട്ടിൽ ആണ് ഓടുന്നത് എങ്കിൽ അത് അടിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണ് എങ്കിൽ അത് കൊടുക്കുക. അതിന്റെ താഴെയായി നമ്പർ ഓഫ് സ്റ്റുഡൻസ്, എത്ര സ്റ്റുഡൻസ് ആണ് ഈ വാഹനത്തിൽ സഞ്ചരിക്കുന്നത് എന്ന കാര്യം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന്റെ താഴെയായി നിങ്ങളുടെ ഈ വാഹനത്തിൽ പോകുന്ന ഡ്രൈവറുടെ, ഹെൽപ്പറുടെയും സ്കൂൾ മാനേജറുടെയും നമ്പർ. സ്കൂൾ മാനേജർ വാഹനത്തിൽ സഞ്ചരിച്ചോളണം എന്ന് നിയമമില്ല, ഇനി അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഈ വാഹനവുമായി ബന്ധപ്പെട്ട് ഡ്രൈവറെയും ഹെൽപ്പറെയും ലഭിക്കുന്നില്ല എങ്കിൽ സ്കൂളിലെ അധികാരികളെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാഹനവുമായി ബന്ധപ്പെട്ട മാനേജർ എന്നുള്ള നമ്പർ കൊടുക്കുന്നത്. അത് ഒരു പക്ഷേ 10-40 ബസ്സുള്ള സ്കൂളുകളിൽ ഒരു 10 ബസ്സോ 5 ബസ്സോ ഓരോരുത്തർക്കായിട്ട് വീതിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മാനേജർ എന്നുള്ള ഒരു നമ്പർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഡ്രൈവറുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഡ്രൈവറുടെ പേര് എൻ്റർ ചെയ്യുക. ഡ്രൈവറുടെ പേര് എൻ്റർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ എഴുതി എൻ്റർ ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യുന്നതോടെ ഈ ഡ്രൈവറുടെ ഡീറ്റെയിൽസ് ഇതിനകത്ത് എൻ്റർ ആയി. എന്നതിന് ശേഷം ഇതിലെ മാനേജർ ആണെങ്കിൽ മാനേജർ, ഹെൽപ്പർ ആണെങ്കിൽ ഹെൽപ്പർ, അവരുടെ എല്ലാം ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് സേവ് ചെയ്യുന്നതോടെ ഈ ബസ്സിന്റെ സെറ്റിംഗ്സ്, ഒരു ബസ്സിന്റെ സെറ്റിംഗ്സ് തീർന്നു. അടുത്ത ബസ്സിന്റെ സെറ്റിംഗ്സ് വേണമെങ്കിൽ അത് വീണ്ടും ഇതേപോലെ എടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒരു വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ എടപ്പാൾ കുറ്റിപ്പുറം എന്ന റൂട്ടിലാണ് ഈ ബസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റി ഇനി മറ്റൊരു റൂട്ടിലേക്ക് പോകുന്നുവെങ്കിൽ ഇതേപോലെ അപ്ഡേറ്റ് സെറ്റിംഗ്സ് എടുത്ത് ചെയ്യാവുന്നതാണ്. ഇതിലെ വ്യൂ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാഹനത്തിന്റെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അതിൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ ആ വാഹനത്തിന്റെ എൻ്റർ ചെയ്ത സെറ്റിംഗ്സ് മാറ്റുന്നതിനായിട്ട് സാധിക്കും. ഇനി ഒരു സ്കൂൾ ബസ് വിറ്റുപോയി, അല്ലെങ്കിൽ ആ ബസ് ഓടുന്നില്ല കുറച്ചു കാലത്തേക്ക്, അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് ആ വാഹനം സെലക്ട് ചെയ്തതിനു ശേഷം ഡിലീറ്റ് സെറ്റിംഗ്സ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെറ്റിംഗ്സ് ഡിലീറ്റ് ആയി പോവുകയും ആ ബസ് നിങ്ങളുടെ സ്ക്രീനിൽ നിന്നും മാറുകയും ചെയ്യും. തുടർന്ന് അപ്പൊ ബസിന്റെ സെറ്റിംഗ്സ് തീർന്നു. ഇനി പാരന്റ്സിന്റെ സെറ്റിംഗ്സ് ആണുള്ളത്. അപ്പോൾ പാരന്റ്സിനെ നമുക്ക് മാപ്പ് ചെയ്യണം. ഓരോ വിദ്യാർത്ഥികളെയും നമുക്ക് മാപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇതിനകത്ത് സ്കൂൾ ബസ് മോണിറ്ററിംഗ് എന്നുള്ളതിനകത്ത് പാരന്റ് ബസ് മാപ്പിംഗ് എടുക്കുക. എന്നതിന് ശേഷം ആ ഒരു സ്കൂൾ ബസ് സെലക്ട് ചെയ്തതിനു ശേഷം മാനേജ് പാരന്റ് ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ബസിന്റെ ഡീറ്റെയിൽസ് കാണാം. ഓരോ വിദ്യാർത്ഥിയുടെയും രക്ഷിതാവിന്റെ മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം ആ വിദ്യാർത്ഥിയുടെ പേരാണ് എഴുതേണ്ടത്. വിദ്യാർത്ഥിയുടെ പേര് എഴുതി ഇതേപോലെ ആഡ് ചെയ്യുന്നതോടുകൂടി ആ ഇതിലിപ്പോ നമ്പർ കറക്റ്റ് ആയിട്ട് 10 അക്കം എൻ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലെയുള്ള മെസ്സേജ് വരും. ആഡ് ചെയ്യുന്നതോടുകൂടി ആ വിദ്യാർത്ഥിയും ഈ ബസ്സുമായി ടാഗ് ആവുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഒരു സ്കൂൾ ബസ് മോണിറ്ററിംഗ് എന്നുള്ള മെനുവിൽ 2 കാര്യങ്ങളാണ് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ടത്. അതിൽ പാരന്റ് ബസ് മാപ്പിംഗ്, ആദ്യം ബസ് സെറ്റിംഗ്സ് ചെയ്യുന്നു, തുടർന്ന് പാരന്റ് ബസ് മാപ്പിംഗ് ചെയ്യുന്നു. ഇതോടുകൂടി ബസിന്റെ സെറ്റിംഗ്സും തീർന്നു, പാരന്റ്സിന്റെ സെറ്റിംഗ്സും തീർന്നു. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേയാണ് ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവിന് ഈ ബസ്സിനെ സംബന്ധിച്ച എവിടെ എത്തി, അല്ലെങ്കിൽ നമ്മൾ വിദ്യാവാഹൻ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്ക് കൊടുത്ത നിർദ്ദേശങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ലഭിക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ സ്കൂൾ അധികൃതർ ചെയ്തു തീർക്കേണ്ടതുണ്ട്.